ഹായ് ഓ, വെൽക്കം ടു അമീക ഡുഹബ്. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷിൻ്റെ സിലബസ് നമുക്കറിയാം. നമ്മുടെ സിലബസ് പരീക്ഷാ രീതികളൊക്കെ ഇങ്ങനെ മാറിയല്ലേ. പണ്ട് നമുക്ക് എന്താണ് 160 ചോദ്യം, അര മാർക്ക് വീതം 80 ആണെങ്കിൽ ഇന്ന് അതൊക്കെ മാറി. 100 മാർക്കിന് അല്ലെ, 100 ചോദ്യം, ഓരോ മാർക്കിനും ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം, ടോട്ടൽ 100 മാർക്ക്. അപ്പോൾ അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. അല്ലെ, ഇപ്പൊ ഇവിടെ നോക്കിയേ, സിലബസിൽ ആകെ 100 മാർക്കാണ് അല്ലേ. ആകെ എത്ര മാർക്കാണ് മക്കളെ? ആകെ 100 മാർക്ക്. ആകെ 100 മാർക്ക്, 100 ചോദ്യം. അപ്പം ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതം, അങ്ങനെയാണ് വരിക. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പൊ ഞാനിവിടെ ജൂനിയർ ക്ലർക്കിന്റെ ആണ് ഇന്നിവിടെ വിശകലനം ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാടാ എങ്ങനെയാണ്. ജനറൽ ഇംഗ്ലീഷ് അല്ലെ, ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കഴിഞ്ഞ 1-2 പരീക്ഷകൾ മാത്രമാണ്, കഴിഞ്ഞ ഒരു പരീക്ഷയിലാണ് അത്യാവശ്യം ഇംഗ്ലീഷ് ഒന്ന് ലെവൽ കൂട്ടി ചോദിച്ചത്. ബാക്കിയൊക്കെ ഒരു ആവറേജുകാർക്ക് എഴുതാൻ പറ്റുന്ന അല്ലെ, സാധാരണ ഒരു എന്താ പറയുക, ഒരു ഒരു LGS അല്ലെങ്കിൽ എന്താ പറയുക, ഒരു +2 ലെവലൊക്കെ ഇംഗ്ലീഷൊക്കെ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഇംഗ്ലീഷുകളൊന്നും നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല അല്ലെ. കുറച്ച് ഗ്രാമറും അല്ലെ, കുറച്ച് ടെൻസുകളുടെ ക്വസ്റ്റ്യൻസ് വരാം, കോൺകോഡിന്റെ ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ കുറെ ആന്റോണിംസ്, സിനോണിംസ്, അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 10 ചോദ്യമുണ്ട്, 10 മാർക്ക്. അപ്പം വളരെ നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ 10 ചോദ്യമല്ലേ ഉള്ളൂ. അവരും സത്യം പറയുക ചോദ്യകർത്താക്കൾക്കും ബുദ്ധിമുട്ടായിരിക്കും. എവിടെ നിന്നൊക്കെ ആയിരിക്കും അവർ ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ള ഒരു ടെൻഷൻ നമുക്കും ഉണ്ട്. അപ്പോൾ ചോദ്യകർത്താക്കൾക്കും ആ ഒരു ടെൻഷൻ കാണും അല്ലേ. അപ്പോൾ അത്രത്തോളം നല്ല ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കാം അവർ ഇടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക. 10 ചോദ്യം അല്ലെ, 10 ചോദ്യമുണ്ട്. ബേസിക് ആയിട്ട് പഠിച്ചാൽ ഏകദേശം ഇവിടെ നിന്ന് നമുക്കൊരു 7 to 8, ഒരു 7 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യണം കേട്ടോ. ഒരു 7 മാർക്ക് സ്കോർ ചെയ്യണം. നമുക്ക് നോക്കാം, ഓരോ ഇതിനെ കുറിച്ച് നോക്കാം. പിന്നെ വരുന്നത് GK, ജനറൽ നോളജ് ആണ്. 10 ചോദ്യം, 10 മാർക്ക്. റീസണിങ്ങിനും 10 ചോദ്യം, 10 മാർക്ക്. അപ്പം 30 മാർക്ക് അവിടെ അങ്ങ് സെറ്റായി. ബാക്കി 70 മാർക്കാണ് നമ്മുടെ ഈ കോർ സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 70 മാർക്കിനുള്ളത് കോർ സബ്ജക്റ്റ് ആണ്. പക്ഷെ അവിടെ നോക്കിയേ, അവർ ബാങ്കിങ്ങിനും അക്കൗണ്ടിങ്ങിനും 20 മാർക്ക് വീതം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ ഞാൻ അതിനോട് എന്താ പറയുക, ഞാൻ പറഞ്ഞ എപ്പോഴും ആക്ട് ആൻഡ് റൂൾസിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു അല്ലെ. ഒരു 20 മാർക്ക് ആക്ട് ആൻഡ് റൂൾസിന് കൊടുത്തിട്ട് ബാങ്കിങ്ങിലോ അക്കൗണ്ടിങ്ങിലോ 15 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, അവർ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തു. അപ്പൊ ഇവിടെ ബാങ്കിങ്ങിന് 20 മാർക്ക്, അക്കൗണ്ടിങ്ങിന് 20 മാർക്ക്. അപ്പൊ നമുക്ക് കോർപ്പറേഷനിലേക്ക്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് അല്ലെ, ജനറൽ കോർപ്പറേഷൻ. അപ്പം ഈ ജനറൽ കോർപ്പറേഷൻ പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസ്, ഇത് കാണുമ്പോൾ ആക്കണോ സാറേ ഇത് ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊരു ചോദ്യം പൊതുവെ കുട്ടികളായ നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലെ. ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ വിളിച്ച് ചോദിച്ചു, സാറേ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. ഞാൻ പറയുന്നു, നമ്മൾ നിലവിൽ പഠിച്ച കോർപ്പറേഷൻ അത് മാത്രം മതി. അല്ല, പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസ്, തത്വങ്ങളും പിന്നെ എന്താണ് പറയുക അതിന്റെ പ്രയോഗം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് നിലവിൽ നമ്മൾ പഠിച്ചു വന്ന സംബന്ധമുണ്ടല്ലോ, കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പഠിച്ചു പോയാൽ മതി. ഇപ്പോൾ കുറേ പേര് ചോദിക്കും ഫോറിൻ കോർപ്പറേഷൻ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോറിൻ കോർപ്പറേഷന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകും, ഒരുപാട് ആഴത്തിൽ ഒന്നും പഠിക്കാൻ പോകണ്ട. പണ്ട് 13ഉം 12ഉം രാജ്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്ര ആഴത്തിൽ പഠിക്കേണ്ട, ബേസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള പഠനം വേണം. പിന്നെ കേരള കോർപ്പറേഷനും ഇന്ത്യൻ കോർപ്പറേഷനും ഒക്കെ പ്രോപ്പറായിട്ട് പഠിച്ചേക്ക്, വലിയ ബുദ്ധിമുട്ടില്ല. ആക്ടർ റൂൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, 15 മാർക്കേ ഉള്ളൂ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ 20 മാർക്കാണ് ഇവിടെ പ്രതീക്ഷിച്ചത്. അപ്പോൾ ആക്ടർ റൂൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പഠിക്കേണ്ടത് പഠിച്ചാൽ ഫുൾ മാർക്ക് ഈ 15 കിട്ടും. പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 15 15 മാർക്കും നമുക്ക് ആക്ടർ റൂൾസിൽ നിന്ന് ഇനി പോരും അല്ലേ, പോരത്തില്ല, ശരിയല്ലേ. കാരണം എന്താണ്, 110 സെക്ഷനും 201 റൂൾ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, ഓർത്തോളുക. റൂൾ അമെന്റ്മെന്റും അതുപോലെ തന്നെ എന്താണ് ആക്ടിലും അല്ലെ, ആക്ടിലും റൂളിലും അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും വകുപ്പുകളും ചട്ടങ്ങളിലും ഭേദഗതി വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ടർ റൂൾസ് വെച്ച് പഠിക്കണം. ഓക്കെ, പിന്നെ ബാങ്കിങ് ആണ്. ഇവിടെയാണ് നമ്മളൊന്ന് ഈ 2 സംഭവങ്ങളാണ് നമ്മളൊന്ന് പ്രാധാന്യം കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു. കാരണം 20 മാർക്ക് വീതമല്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിങ് ആണെങ്കിൽ പോലും ഇനിയും നിങ്ങളൊരു ആഴത്തിലുള്ള പഠനം നിങ്ങൾ കാഴ്ചവെക്കണം. ഓക്കെ, വളരെ വിശദമായിട്ട് ബാങ്കിങ് പഠിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഇപ്പം നമുക്ക് BR ആക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് RBI ആക്ട് ആയിക്കോട്ടെ, അതിലെ എല്ലാ ആക്ടുകളെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വേണം. ഇപ്പോൾ ബാങ്കിങ് എടുക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബാങ്കിങ് പഠിക്കണം. അതിൻ്റെ അകത്താണ് ഈ ആക്ടുകളൊക്കെ വരിക. NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വളരെ വിശദമായിട്ട് പഠിക്കണം. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആക്ട് പഠിക്കണം, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പഠിക്കണം. ഇന്നത്തെ വകുപ്പുകളൊക്കെ ഒന്ന് കാണാതെ പഠിക്കുന്നുണ്ട്, എല്ലാം ഓടിച്ച് നോക്കിയിട്ടൊക്കെ പോയി ഇനിയിപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മോഡേൺ ബാങ്കിങ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? മോഡേൺ ബാങ്കിങ് ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്, നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ നമ്മൾ എന്താണ് മറിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. നിങ്ങൾ ഇവിടെ ചോദിക്കും, പിന്നെ നിങ്ങളുടെ ഡൗട്ട് എനിക്ക് തോന്നുന്നു, ഏത് പുസ്തകം വെച്ച് പഠിക്കണം ബാങ്കിങ്ങിനും അക്കൗണ്ടിങ്ങിനും, ഏത് പുസ്തകം വെച്ച് പഠിക്കണം എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലേ.
നമ്മൾ കൂടുതലും യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ, എസ്പെഷ്യലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും ടെസ്റ്റ്, അതോടൊപ്പം HDCൻ്റെ പുസ്തകമൊക്കെ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കും. ഇപ്പോൾ ഇതെല്ലാം റെഫർ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം അങ്ങ് കാണാതെ പഠിക്കാനോ എല്ലാം റെഫർ ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യം നമുക്കൊന്നുമില്ല. അപ്പം അതിനെ ഒരു ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം നമ്മൾ കാഴ്ചവെക്കണം ഓർത്ത് നോക്കുക. അപ്പം നമ്മളിവിടെ പിന്നെ നമുക്ക് വരുന്നത് അക്കൗണ്ടിങ് ആണ്. ഞാൻ പറഞ്ഞില്ല അക്കൗണ്ടിങ് ആണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, പോരട്ടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇത് മൂന്നും അടിപൊളിയായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങളൊക്കെ പണ്ട് പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കാണാപ്പാടമാണ്, വർക്കൗട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ എന്താണ് ആ കോസ്റ്റ് ഷീറ്റും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ബേസ് കൂടെ പഠിച്ചാൽ ഓക്കെ ആയിരുന്നു. പക്ഷേ എടാ ഇന്ന് ഇവന്മാർ റേഷ്യോ ഇട്ടങ്ങ് നമുക്കിട്ട് പണി തരിക അല്ലേ. അപ്പോൾ റേഷ്യോ അനാലിസിസ് ഒക്കെ പഠിക്കണം അല്ലേ. റേഷ്യോ അനാലിസിസ്, പിന്നെ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ തുടങ്ങിയ ഇച്ചിരി ഒരു അഡ്വാൻസ് ലെവൽ പഠനം നമ്മൾ ഇനിയും കാഴ്ച വേണം. കാരണം 20 മാർക്കാണ് ഇവന്മാർ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. 20 മാർക്ക്. പിന്നെ ബാങ്കിങ്ങിന് എത്രയാണ് 20 മാർക്ക്, 20 ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് രണ്ടും സെറ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉയർന്ന മാർക്ക് മേടിച്ച് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം എത്ര മാർക്ക് വേണമെന്ന് ഇനി അടുത്ത നിങ്ങളുടെ സംശയം വരുന്നത്, സാറേ മിനിമം എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ജോലി കിട്ടും അല്ലേ. നമ്മളെപ്പോഴും ഒരു 80 മാർക്കിലേക്ക് പഠിക്കുക, ഒരു 80 മാർക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് 80 വരുമെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ 80 മാർക്ക് 100 മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ സേഫ് സോൺ ആണ് അല്ലേ. നമ്മൾ സേഫ് സോൺ ആണ്. പരീക്ഷാ സമയം എന്ന് പറയുന്നത് 1.5 1.5 മണിക്കൂർ സമയം. 1.5 മണിക്കൂർ സമയം. ആ 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 100 ചോദ്യം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഭാഗത്തിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അത് തന്നെ ഒരു അനുഗ്രഹം എന്ന് പറയാം. നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പം നമുക്കിനിയും ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ടെസ്റ്റ് ഓഫ് റീസണിംഗ് എന്നൊക്കെ നമുക്ക് എങ്ങനെ പോലും 10 ഒരു 9 മാർക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ വരുന്നത് GK ആണ്. ബേസിക് ആയിട്ടുള്ള GK, അടിസ്ഥാനപരമായിട്ടുള്ള LGS ലെവൽ GK പഠിച്ചിട്ട് പോവുക. LGS കേട്ടോ, LDC പോലും വേണ്ട, ലാസ്റ്റ് ഗ്രേഡിന്റെ LGS ലെവൽ GK പഠിച്ചിട്ട് പോവുക. കറണ്ട് അഫെയർ ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 മാർക്ക് അവിടെ ഒപ്പിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനും അത്യാവശ്യം മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. ഒരു 7 മാർക്ക് 8 മാർക്ക് ഒക്കെ ഇംഗ്ലീഷിനും സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ നിങ്ങൾ പ്രാധാന്യം, അതായത് ഈ കോർപ്പറേഷൻ ആക്ട് റൂൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ 15-ൽ 15 ഇങ്ങി പോരും അല്ലേ. കോർപ്പറേഷനിൽ ആക്ട് റൂൾ പഠിക്കുകയാണെങ്കിൽ, നിയമവും ചട്ടവും പഠിക്കുകയാണെങ്കിൽ ഈ 15-ൽ 15 മാർക്കും നമുക്ക് ഇനി കിട്ടുന്ന മാർക്കാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ സഹകരണത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഇവിടെ 2-3 മാർക്കൊക്കെ പോകാം കേട്ടോ. അതിന് 2-3 മാർക്ക് പോകുന്നോർത്ത് ടെൻഷൻ അടിക്കുകയും ചെയ്യേണ്ട. ഇവിടെ ഒരു 2-3 മാർക്ക് നമുക്ക് നഷ്ടപ്പെടാം. കാരണം നമ്മൾ പഠിച്ച് ഇവിടെയും അതുപോലെ തന്നെ ഈ ബാങ്കിങ്ങിലൊക്കെ 2-3 മാർക്കൊക്കെ പോകാം. 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോ എത്ര പഠിച്ചിട്ട് പോകാനും. അക്കൗണ്ടൻസിയും പ്രോപ്പറായിട്ട് നോക്കിയാലും ഒരു 10-12 മാർക്ക് ഒപ്പിക്കണം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ആക്ട് റൂൾസ് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം. ഇപ്പം ഈ ബാങ്കിങ്ങിലും അക്കൗണ്ടിങ്ങിലും ഒക്കെ നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും ചിലപ്പം നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പോകാൻ 2-3 മാർക്കൊക്കെ അവിടെ പൊക്കോട്ടെ. എന്നാലും നമുക്കൊരു 100-ൽ ഒരു 80 മാർക്ക് അടുത്ത് നമ്മൾ മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സേഫ് സോൺ എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റും. 100-ൽ ഒരു 80 മാർക്കൊക്കെ മേടിച്ചെങ്കിലേ നമുക്ക് സംഗതി ഒന്ന് സേഫ് ആകുകയുള്ളൂ. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഇനി നമ്മൾ അടുത്ത വീണ്ടും വീഡിയോസ് ഇനി ഓരോ സബ്ജക്റ്റുകളും എടുത്ത് നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കും. ഓക്കെ, ബാങ്കിങ്ങിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ടോപ്പിക്ക് സഹിതം നമ്മളിവിടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ കീറി മുറിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഓർത്ത്, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ആക്ട് റൂൾ ആയിക്കോട്ടെ, കീറി മുറിച്ച്. ആക്ട് റൂൾ പിന്നെ പ്രശ്നമില്ല, 110 സെക്ഷൻ 201 റൂളേ ഉള്ളൂ. ബാക്കി കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇനിയുള്ള സമയം കളയാൻ നന്നായിട്ട് പഠിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ അല്ലേ അമീക എഡു ഹബ്ബ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസ് അല്ലേ, വളരെ ചെറിയ ഒരു ഫീസിലാണ് കോഴ്സസ് ഓഫർ ചെയ്യുക. എല്ലാത്തിനും റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ ഡാപ്തിലൂടെ കൂടെ എല്ലാത്തിനും സിലബസ് ബേസ് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സസ്. അതോടൊപ്പം തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ ചെയ്ത് പരിശീലിക്കാനും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ലൈവ് ക്ലാസ്സും എല്ലാം കൂടെ ഒരു കംപ്ലീറ്റ് പാക്കേജോടെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ ഒരു എന്താ പറയുക ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.